ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ആകും. ഒന്നുമില്ല, ഇവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പടം വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ കരുതലുണ്ടോ? അയാളുടെ കരുതൽ മാത്രമല്ല, കൂടെ നിൽക്കുന്ന വേറൊരാളുടെയും കരുതൽ. എന്റെ അമ്മോ, ഇതുപോലെ ഹായ് ഗായ്സ്, ഐ ആം ജു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രജത് കുമാർ, ബിഗ് ബോസ് ഫെയിം. കുറെ ആൾക്കാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് എന്തുവാ, രജത് സാറേ എന്നായിരിക്കും. എന്നാൽ മറ്റു ചിലർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് രജത് ബോസ് എന്ന് വിളിക്കുന്നത്. ചിലർ വിളിക്കും രജേട്ടാ, അങ്ങനെ വിളിക്കും. എന്നാൽ മറ്റു ചിലർ ഇദ്ദേഹത്തെ എന്താ വിളിക്കുന്നത്, ഉപദേശിയാണ്. 10 മിനിറ്റ് ആരെ കിട്ടിയാലും ഒരു ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിൽ ഉപദേശിച്ചിരിക്കും. എൻ്റെ ഉപദേശം കഴിയുന്നിടം വരെ നിങ്ങൾ കാണുക, കേൾക്കുക, മറുത്തൊരക്ഷരം മിണ്ടാതിരിക്കുക. ഇതാണ് മെയിൻ പരിപാടി. അതിപ്പോൾ ബിഗ് ബോസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. അത്തരത്തിൽ ഇദ്ദേഹം കുറേ ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ രേണുക സുധിക്ക് ഒരു ഉപദേശം 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കൊടുത്തായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. കൂടെ മറ്റേ ദാസേട്ടൻ കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതൽ 2 വർഷം മുമ്പായിട്ട് ബിഗ് ബോസിനകത്ത് വെച്ച് സെറീനയ്ക്കും ഒരു ഉപദേശം കൊടുത്തായിരുന്നു. ഇദ്ദേഹം അവിടെ ഒരു ഗസ്റ്റായിട്ട് അവിടെ ചെന്നപ്പം അത്തരത്തിലുള്ള 2 ഉപദേശങ്ങളും അതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുറം പതിപ്പുമായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവർ സഞ്ചരിച്ച കാറിലേക്ക് തന്നെ പോകാം. ആ കാറിൽ നിന്ന് തുടങ്ങിയാൽ ഈ വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത കൃത്യമായിട്ട് ലഭിക്കത്തുള്ളൂ. അതായത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് 1, 2, 3 ആൾക്കാർ ഒരു കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് പോയാലും സീറ്റ് ബെൽറ്റ് നിർബന്ധം എന്ന് വാശി പിടിക്കുക മാത്രമല്ല, സീറ്റ് ബെൽറ്റ് അവിടെ പോയി പിടിച്ച് വലിച്ചെടുത്തിടാൻ നല്ല ഉണർവോടുകൂടി നിൽക്കുന്ന ഒരു രജത് സാറിനെ ആയിരിക്കും ഞാൻ ഇന്നത്തെ നിന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ആദ്യം കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കൊരു വലിയ കാർ വാങ്ങാനുള്ള സമയമായി. അതൊന്നും വേണ്ട. അണ്ണന്റെ ആ ചെറിയ കാറിനകത്ത് 2 പേര് കയറിയിട്ടുണ്ട്. അണ്ണന് വലിയ കാറിന്റെ ആവശ്യമൊന്നുമില്ല. ബാക്കിൽ ആളാണോ സാധനമാണോ എന്തെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് പറയണം. ആളാണോ സാധനമാണോ എന്തോ ഇരിക്കുന്നത്? 2 പേരും 2 കാര്യം പറഞ്ഞു. ഇനി വല്ലതും ഉണ്ടോ അവിടെ? അതെങ്ങനെ ഇരിക്കുന്നതാണോ നല്ലത്? എനിക്കറിയത്തില്ല. റേഞ്ച് നോക്കിയേ, ഫ്രണ്ടില് 2 പെമ്പിള്ളേരൊക്കെ വെച്ച് ആലോചിച്ച് നോക്കിയേ, 2 പേർ കൂടെ നമ്മളെ നിയമം തെറ്റിക്കത്തില്ല എന്ന്. കോ പാസഞ്ചർ സീറ്റ് 2 പേര് കയറി ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിയമം തെറ്റിക്കത്തില്ല എന്ന്. 3-4 കയറ്റി ഇരുത്തിയിട്ട് വട്ടം പിടിച്ചിടാൻ ചെയ്യുന്നത്. മറ്റേ കൊല പഴിപ്പിക്കാൻ വെക്കുന്ന ചാക്കിനകത്ത് വെക്കുന്നതാണ്. കയറ്റിയും വെക്കാറുന്നില്ല. നിയമം ഒന്നും ബാധകമല്ലേ, നിയമം ഒന്നും തെറ്റത്തില്ലല്ലേ? അത് നല്ല കാര്യം. എന്തായാലും പുതിയൊരു അറിവായിരിക്കും. ഇദ്ദേഹത്തിനെ പോലെയുള്ളൊരു സാറിൻ്റെ പക്കൽ നിന്നും എനിക്ക് ഇതുപോലൊരു ഉപദേശം കേൾക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമായിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് തുടക്കം ഈ വീഡിയോയെക്കുറിച്ചും ഇദ്ദേഹത്തെക്കുറിച്ചും എനിക്ക് പറയാനുള്ളൂ. ഇനി രണ്ടാമത് നമുക്ക് കാണേണ്ടത്, ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹം ഒരു ഉപദേശം കൊടുത്തായിരുന്നു ആർക്കാണ്, ഇതേ രേണുക സുധിക്ക് തന്നെ. ആ ഉപദേശം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ആകും. ഒന്നുമില്ല, ഇവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പടം വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. കരുതലുണ്ടോ? അയാളുടെ കരുതൽ മാത്രമല്ല, കൂടെ നിൽക്കുന്ന വേറൊരാളുടെയും കരുതൽ. എന്റെ അമ്മോ, ഇതുപോലെ ഇത്ര നല്ല ആങ്ങളമാരൊക്കെ ഉണ്ടായിട്ടാണോ? അതുകൊണ്ട് എന്റെ അടുത്ത സുഹൃത്താണ്. പ്രോഗ്രാം അല്ലെ, അങ്ങനെ സുധി എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. എന്റെ മനസ്സ് എന്തൊരു മനസ്സല്ലേ, ഇത്ര സുഹൃത്തായോണ്ട് അങ്ങനെ. അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു അടുത്ത വീഡിയോ കൂടെ കാണാം. എന്തായാലും ഈ ഉപദേശം ദാസേട്ടൻ കോഴിക്കോടിന് കൊടുത്ത കാരണം എന്താന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ തപ്പി നോക്കിയവർക്കും കണ്ടവർക്കൊക്കെ അറിയാമല്ലോ എന്തുമായിരിക്കും എൻ്റെ താഴെ കമന്റ് ഒക്കെ വന്നത്. അതൊക്കെ കണ്ട അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഈ ഒരു വലിയൊരു ഉപദേശം ഈ പെൺകുട്ടിക്ക് കൊടുത്തത്. അപ്പം ഇപ്പൊ എന്താ കഴിഞ്ഞ ദിവസം ഇവരുടെ എന്തോ ഒരു വാക്ക് കാണാം, ഒരു കാറ്റ് വാക്ക്. എന്തോ വീഡിയോക്കകത്ത് എന്തുവാ ഇത്ര ചിരിക്കാനൊന്നും വീഡിയോക്കകത്ത് ഒന്നുമില്ല. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെ. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നുമില്ല, ഒന്നും ചിന്തിക്കാനുമില്ല. പിന്നെ പോയ വഴിക്ക് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റിനെ കുറിച്ചാണ്. അത് ആരാ ഇട്ടിരിക്കുന്നത്? നമ്മുടെ
സെറീനയ്ക്ക് ഈ വീഡിയോ സംബന്ധിച്ച് എന്തോ ഒന്ന് പറയാനുണ്ട്. ആ പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. Ho, the same man who once judged me on the show for interacting with the contestants, not in the way he would preach. Well, at least I was genuine and worried my emotions on my sleeves and have all those humans in my life. ഇതൊക്കെ ശരിക്കും ഓക്കെ ആണോ രജിത് സാർ? സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഗോൾഡൻ അഡ്വൈസ് യു ഗവ് മീ. സെറീനയുടെ നന്മയ്ക്ക് ഞാൻ പറയുന്നത്, നന്മ മരമല്ലേ സാർ, ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഷെഡിങ് ലീവ്സ് നൗ. കാരണം ഇതെനിക്ക് ഓർമ്മയുണ്ട്, ഗസ്റ്റായിട്ട് പോയപ്പോഴത്തേക്കിന് സെറീനിൻ്റെ അടുത്തൊരു ഉപദേശം കൊടുത്തായിരുന്നു. ഈ സാഗറിൻ്റെ കൂടെ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതിനും ഫുൾ ടൈം അവരുടെ കൂടെ ഉണ്ടെന്നൊരു ചീത്ത പേരുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് നല്ല ഉപദേശമായിരുന്നു. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഞാൻ ആ ഷോയും അതിൻ്റെ ലൈവൊക്കെ ഒരുപാട് കണ്ടൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി, സെറീനയ്ക്ക് ഉണ്ടായ വിഷമം മനസ്സിലായി, സെറീനയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് മനസ്സിലായി. 2 വർഷം എടുത്തിട്ടാണെങ്കിലും തിരിച്ച് പറയാനായിട്ടൊരു അവസരം നല്ലതുപോലെ ആ കുട്ടിക്ക് കിട്ടിയതുപോലാണ് എനിക്കും തോന്നിയത്. ആ കിട്ടിയത് കൃത്യമായിട്ട് ആ കുട്ടി യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നെ റെഡ് സാറല്ലേ, റെഡ് സാറിന് ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുക്കാം. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മൾ പറയും ഊക്കൽ ഉപദേശമൊക്കെ ഒന്നിച്ച് വേണ്ടാന്നുള്ളൊരു കാര്യം. പക്ഷെ അങ്ങനെ കാണിക്കുന്നവരുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഒരു കുഴപ്പമില്ലാണ്, ഇനിയും തുടരാം, ഒരു കുഴപ്പമൊന്നുമില്ല. ഉപദേശം ഇതൊക്കെ വേണം, നല്ല രീതിയിൽ പിടിച്ച് നിർത്തി വഴിയെ പോകുന്നതിനെ ഇനി വാ സരസാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയിട്ട് ഉപദേശിച്ചു വിടണം. ഉപദേശിയുടെ ഡബിൾ സ്റ്റാൻഡ് ആയിട്ടുള്ള പരിപാടികളെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കും. എന്നാൽ സെറീന ഇപ്പൊ പറഞ്ഞത് ഓക്കെ, പക്ഷെ സെറീന അവിടെ വെച്ചൊരു ഡബിൾ സ്റ്റാൻഡേർഡുള്ള കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ ആദ്യം ചെന്ന ആ സമയത്ത് മനീഷയെ മാത്രം ഇങ്ങനെ മാറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. എനിക്ക് ഇവിടുത്തെ മെയിൽസിന്റെ കൂടെ പോയി ഇരിക്കാൻ തന്നെ പേടിയാ, പുറത്തേക്ക് പോകുന്ന ഔട്ട് അങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ച് ഐ എം വെരി വറീഡ് ആൻഡ് സ്കെയർ അബൌട്ട് മൈ ലോങ് ലൈഫ് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അതിനുശേഷം 2-3 ആഴ്ച അങ്ങോട്ടായപ്പോൾ തന്നെ എന്തൊക്കെയാ അവിടെ നടന്നത്, എന്തൊക്കെയാ അവിടെ ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്കും ഇതുപോലെ ഡബിൾ സ്റ്റാൻഡ് അവിടെയും ഫീൽ ചെയ്ത്. പക്ഷെ കുഴപ്പമില്ല, അവസരം കിട്ടിയ എല്ലാവരും പറയും. ഇനി എനിക്ക് കിട്ടാൻ പോകുന്ന എപ്പോഴാണ്